ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സ്റ്റഡി ടേബിൾ ക്ലീനിങ് കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ ടേബിളിൻ്റെ ബാഗ് ബുക്കൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഗായ്സ്. പഠിച്ച പാടെല്ലാം ഇവിടെ തന്നെ വെച്ചിട്ട് പോകാനായിട്ടാണ് ഗായ്സ് ഇപ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബുക്കും ബാഗെല്ലാം ഒക്കെ ഒന്ന് എടുത്ത് മാറ്റി ടേബിളിൽ നിന്ന് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ശേഷം സ്റ്റേഷനറി ഐറ്റംസ് ആയ പെന്ന്, പെൻസിൽ അങ്ങനത്തെ തുടങ്ങുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് മുറ്റിലൊന്ന് പൊടിയൊക്കെ തട്ടി ഫുള്ള് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനാണ് ഗൈസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ എല്ലാം മാറ്റിയിട്ട് ഒന്ന് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് തുടക്കുന്നുണ്ട്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സ്റ്റിക്കറാണ് ഗൈസ്. മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയായിരുന്നു. കുറേ നാളായി ഗൈസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ശേഷം ഓരോ ഓർഗനൈസറും ഒന്ന് ക്ലീൻ ചെയ്ത് അതിലേക്കെല്ലാം വീണ്ടും തുടച്ച് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഒന്നും കൂടി അറേഞ്ച് ചെയ്യുകയാണ്. ഞാൻ അത്യാവശ്യം പെന്നും പെൻസിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യുന്ന ആളാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് മേടിച്ച് കൂട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് ഇത്രയും പെന്നും പെൻസിലൊക്കെ സെറ്റായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് മേടിക്കുന്നതിനെക്കാട്ടിയും നേരത്തെ മേടിക്കുമ്പോൾ തന്നെ കുറച്ചധികം മേടിച്ച് വെച്ചാൽ പിന്നെ പേടിക്കണ്ടല്ലോ ഗൈസ്. അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഓരോ ഓർഗനൈസറും അങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് ഡീപ്പ് ക്ലീൻ ആക്കി ചെയ്തിട്ട് വെക്കുകയാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസറാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ സാധാ നോട്ട്ബുക്കിൻ്റെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഓരോരോ ആവശ്യത്തിന് വാങ്ങുന്ന സാധനമാണ് ഗൈസ്. ക്രയോൺസും വാട്ടർ കളറും അങ്ങനെ കാൽക്കുലേറ്ററും അതൊക്കെ ചിലതൊന്നും ഇപ്പോൾ യൂസ് ആക്കാറില്ലെങ്കിലും അത്യാവശ്യത്തിന് ആയാലും വെച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണ് ഗൈസ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു സ്മോൾ ക്യൂട്ടായിട്ടുള്ളൊരു നോട്ട് ബുക്കാണ് ഗൈസ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണണം ഗൈസ്. പിന്നെ ഇന്നും സ്കൂൾ അവധിയായിരുന്നു ഗൈസ്. മഴ ആയതുകൊണ്ട് തന്നെയാണ്. എന്താ മഴയല്ലേ ഗൈസ്, മഴയ്ക്കൊന്നും യാതൊരു കുറവുമില്ല. രാവിലെ പെയ്യാൻ തുടങ്ങിയ മഴയാണ് ഗൈസ്. മഴ ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാനേ തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാപ്ലെയർ എല്ലാം നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ എല്ലാം. പിന്നൊക്കെ നമുക്ക് നോട്ട്ബുക്കൊക്കെ ബൈൻഡൊക്കെ ഇടുമ്പോൾ ഒക്കെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് വെക്കുന്നതാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓർഗനൈസറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത് ഇതാണ്, ഇത് പെന്നൊക്കെ ഇട്ട് വെക്കുന്നതാണ്. ഇത് ഞാനൊന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഗൈസ്. പിന്നെ പെന്നിൽ എൻ്റെ കയ്യിൽ വലിയ കളക്ഷൻസ് ഒന്നുമില്ല ഗൈസ്. എല്ലാവരും യൂസ് ചെയ്യുന്ന പോലത്തെ സാധാ പെന്നാണ്. ക്യൂട്ടായിട്ടുള്ള പെന്നൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് പണ്ടൊക്കെ വാങ്ങുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും വാങ്ങാറില്ല. ഇപ്പോൾ എന്ത് വലുതായതുകൊണ്ട് തന്നെ അത്തരം ഐറ്റംസിനോടൊന്നും വലിയ ക്രേവിങ്സ് ഒന്നുമില്ല ഗൈസ്. പിന്നെ എന്താ ക്രയോൺസൊക്കെ പിന്നെ ഒരു ചെറിയ വേസ്റ്റ് പിന്നും കൂടെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് ഗൈസ്. അത് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നാൻ ഒരു വൈറ്റ് വെച്ചത്. അത്യാവശ്യം പേപ്പറൊക്കെ ഇടാൻ, ചെറിയ പേപ്പറൊക്കെ ഇടാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഈ രണ്ട് കുഞ്ഞ് ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ ഞാൻ വെറുതെ വെച്ചതാണ് ഗൈസ്. അതെപ്പോഴും ഞാൻ ടേബിളിൽ വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ടേബിൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.